ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുറിക്കകത്ത് റേഞ്ച് കിട്ടാത്തോണ്ട് ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ അനുവേട്ടനോട് സംസാരിച്ചത്. ജസ്റ്റ് 1 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞ് തിരിച്ചു കയറി നോക്കുമ്പോ നന്ദേട്ടൻ കട്ടിലിൽ കിടക്കുന്നു. ഇതെന്ത് മാജിക്കാണ്? ഇപ്പോ തനിക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? നന്ദേട്ടൻ എപ്പോഴെങ്കിലും കട്ടിലിൽ നിന്ന് എഴുന്നേക്കുന്ന താൻ കണ്ടിട്ടുണ്ടോ? എന്തേ പറയുന്നു സച്ചേട്ടാ? ഈ അവസ്ഥയിൽ നന്ദേട്ടൻ എങ്ങനെ എഴുന്നേക്കാനാ? നന്ദേട്ടനൊന്ന് എഴുന്നേറ്റ് കാണാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മുറിയിൽ ചെല്ലുമ്പോഴൊന്നും തനിക്ക് വേറൊരു കൺഫ്യൂഷനും തോന്നിയിട്ടില്ലേ? എന്ത് കൺഫ്യൂഷൻ? ഞാൻ ആകെ കൺഫ്യൂഷനിലാണോ? എനിക്ക് തോന്നിയതാണോ അതോ ശരിക്കും അത് നടന്നതാണോ? എന്തൊക്കെ സച്ചേട്ടൻ ഈ പിച്ചും പെയ്യും പറയുന്നേ? സത്യത്തിൽ ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാൻ ആദ്യം ചെല്ലുമ്പോ നന്ദേട്ടൻ കട്ടിലുണ്ടായിരുന്നില്ല. നന്ദേട്ടൻ കട്ടിലുണ്ടായിരുന്നില്ലെന്നോ? ആ. എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന നന്ദേട്ടൻ പിന്നെ എവിടെ പോവാനാ? പറ സച്ചേട്ടാ. അത് തന്നെയാ എന്റെ സംശയം. ഞാൻ ആ മുറി ചെന്നപ്പോ ഒരു കാഴ്ച കണ്ടു. സത്യാണോ സച്ചേട്ടൻ പറയുന്നേ? ആ, അല്ലാതെ വെറുതെ വന്ന് നിന്നോടിത് പറയാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ കണ്ടതാണ്. ആദ്യം ഞാൻ ചെല്ലുമ്പോ നന്ദേട്ടൻ കട്ടിലുണ്ടായിരുന്നില്ല. ആ സമയത്താ അനുവേട്ടന്റെ കോൾ വന്നത്. മുറിക്കകത്ത് റേഞ്ച് കിട്ടാത്തോണ്ട് ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ അനുവേട്ടനോട് സംസാരിച്ചത്. ജസ്റ്റ് 1 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞ് തിരിച്ചു കയറി നോക്കുമ്പോ നന്ദേട്ടൻ കട്ടിലിൽ കിടക്കുന്നു. ഇതെന്ത് മാജിക്കാണ്? ഇപ്പോ തനിക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? ആ, ഇത് തന്നെ എനിക്കും തോന്നിയത്. എനിക്കിതുവരെ അങ്ങനൊരു സംശയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ മുറിയിലേക്ക് ചെല്ലുമ്പോ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ വാഷ്റൂമില് ഷവർ തുറന്ന് വെള്ളം പോകുന്ന ശബ്ദവും ഞാൻ കേട്ടു. അവന്റെ അടുത്ത് മുറിയിലുണ്ടാവുന്ന കരുതി ഞാൻ കുറച്ചു നേരം കാത്തു നിന്നു. അല്പം കഴിഞ്ഞപ്പോ ഷവർ ആരോ ഓഫ് ചെയ്തു. പക്ഷെ ആ സമയത്ത് അവന്റെ അടുത്ത് പുറത്തുനിന്ന് അങ്ങോട്ട് വന്നത്. അവരുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നതിന് എന്നെ കുറെ ചീത്തയും പറഞ്ഞു. പക്ഷെ അവന്റെ അടുത്ത് വാതിൽ തുറന്നപ്പോ നന്ദേട്ടൻ കട്ടിലിൽ കിടക്കുന്ന ഞാൻ കണ്ടു. ഞാനിത് അന്ന് പറയാൻ മറന്നുപോയതാ. ചിലപ്പോ നമുക്ക് തോന്നിയതായിരിക്കും. അല്ല സച്ചേട്ടാ, കൃഷ്ണഭദ്രൻ സാർ വിളിച്ചിരുന്നോ? അച്ഛന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞത് ഉറപ്പല്ലേ? എന്തായാലും ബെയിൽ ആപ്ലിക്കേഷൻ കോടതി സ്വീകരിച്ചല്ലോ. അത് പരിഗണിക്കുമെന്നാണ് കൃഷ്ണഭദ്രൻ സാർ പറഞ്ഞത്. ഹൈക്കോർട്ടിൽ നിന്ന് ബെയിൽ കിട്ടാതിരുന്ന അച്ഛന്റെ കാര്യം ആകെ കഷ്ടത്തിലാവും. മരിച്ചവരിൽ 2 പേരുടെ ബന്ധുക്കളോട് താൻ പരാതിയില്ലെന്ന് കൺസെന്റ് എഴുതി വാങ്ങിയതാ നമുക്ക് ഗുണമായത്. ജാമ്യം കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞത് താൻ കാരണോ? നമ്മുടെ മുമ്പില് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നല്ലോ സച്ചേട്ടാ. അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ആരെ പോയി കാണാനും ആ സമയത്ത് ഞാൻ തയ്യാറായിരുന്നു. തൊഴിലാളികൾ മരിച്ചത് അവരുടെ കുടുംബങ്ങൾക്ക് വലിയ നഷ്ടം. നമ്മളിപ്പോ കോമ്പൻസേഷനായിട്ട് കൊടുത്ത 50 ലക്ഷം രൂപ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ആ 3 കുടുംബങ്ങളുടെയും ആശ്രയം അറ്റുപോയത്. മുന്നോട്ട് ജീവിക്കാൻ ആ പണം കൊണ്ട് മാത്രം അവർക്ക് സാധിക്കുമോ? കമ്പനി മുഴുവൻ കത്തി നശിച്ചുപോയി. സമയത്ത് രജിസ്ട്രേഷൻ പുതുക്കാത്തതുകൊണ്ട് ഇൻഷുറൻസും കിട്ടില്ല. ആ മാനേജർ കാരണം എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നഷ്ടം നമുക്ക് എങ്ങനെയും നികത്താം. പക്ഷേ ആ കുടുംബങ്ങൾക്ക് വന്ന നഷ്ടം നികത്താൻ
എന്ത് വില കൊടുത്തും നമ്മൾ അവരുടെ കൂടെ നിന്നേ പറ്റൂ. മരിച്ചവരും പരിക്കേറ്റ് ആശുപത്രി കിടന്നവരും എല്ലാവരും പാവങ്ങളാ. അന്നത്തെ അധ്വാനം കൊണ്ട് ജീവിക്കുന്നവരാ. അവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത് സച്ചേട്ടാ. നമുക്ക് എത്ര വലിയ നഷ്ടം വന്നാലും ആ കുടുംബങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തണം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്യണം. നമ്മുടെ കമ്പനിയില് ഇന്ന് വരെ ഇങ്ങനൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ആ മാനേജറുടെ കാര്യം എന്തായി? അയാള് എവിടെയാണെന്ന് വല്ല വിവരമുണ്ടോ? ഒരു വിവരവുമില്ല. അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പല വഴിക്കും ശ്രമിക്കുന്നുണ്ട്. കേസിൽ പ്രതിയാവുന്നുള്ളതുകൊണ്ട് അയാള് നാടുവിട്ട് പോയതായിരിക്കും. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സച്ചേട്ടാ, മോളെ ഒന്ന് നോക്കിയേക്കോ. ഞാൻ ഇതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വരാം. അത് വേണ്ട, ഞാൻ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വരാം. ഹലോ സാർ, എന്തെങ്കിലും വിവരം കിട്ടിയോ? അതെ, ഹൈക്കോർട്ടിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ സാർ? സീനിയർ അഡ്വക്കേറ്റ് നാഗരാജ് വഴി മൂവ് ചെയ്ത ബെയിൽ ആപ്ലിക്കേഷൻ കോടതി ചിലപ്പോൾ നാളെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്ലാനിങ് തെറ്റോ സാർ? അത് പിന്നെ നമ്മളെക്കാൾ ഒരുപടി മുന്നിലാണ് അർച്ചന കാര്യങ്ങൾ ചിന്തിക്കുന്നത്. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പരാതിയില്ലെന്നുള്ള ഒരു കൺസേൺ അർച്ചന എങ്ങനെയോ എഴുതി വാങ്ങിയിട്ടുണ്ട്. അവളാണ് കൊള്ളാലോ. അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ രണ്ടും കൽപ്പിച്ചുള്ള കളിയാ അവള് കളിക്കുന്നേ. അതെ അതെ. പോറ്റി സാറേ, ആ കൺസെന്റിന്റെ പേരിൽ മാത്രം ജാമ്യം കിട്ടോ? അതൊരു സോളിഡ് എവിഡൻസ് ആണ്. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആളുടെ മേൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് കോടതിക്ക് മുമ്പിൽ ബോധ്യപ്പെട്ടാൽ ജാമ്യം കിട്ടാൻ എളുപ്പമാ. സേതുമാധവന് ഒരിക്കലും ജാമ്യം കിട്ടരുതെന്ന എന്റെ ആഗ്രഹം. അഥവാ അർച്ചനയുടെ പരിശ്രമം കൊണ്ടായൊക്കെ ജാമ്യം കിട്ടിയാലും നമ്മുടെ പരിശ്രമം കൊണ്ട് തന്നെയാണത് കിട്ടിയതെന്ന് മാത്രമേ എല്ലാവരും അറിയാൻ പാടുള്ളൂ. അതിനെന്താ ഒരു വഴി? വഴിയൊക്കെയുണ്ട്. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഇത് ഞാൻ ഏറ്റു സർ. അവൾ എത്ര കഷ്ടപ്പെട്ട് ജാമ്യം എടുത്തു കൊടുത്താലും സേതുമാധവൻ അതൊന്നും വിശ്വസിക്കില്ല. അതെ, ഞാൻ ജാമ്യം എടുത്തു കൊടുത്തതായിട്ട് മാത്രമേ പാവ എന്റെ അമ്മായച്ചൻ കരുതൂ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, ശരി.